സ്വന്തം മക്കൾക്ക് കരുതലും സംരക്ഷണവും നൽകേണ്ടത് ആരാണ്? പ്രത്യേകിച്ച് പെൺകുട്ടികൾ കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും അവരുടെ അച്ഛൻ്റെ തണലിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സംരക്ഷണം നൽകേണ്ട അച്ഛൻ തന്നെ വേട്ടക്കാരനായാലോ അതൊരു മകൾക്കും താങ്ങാൻ കഴിയില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 9ാം ക്ലാസ്സുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചത് അച്ഛൻ്റെ പീഡനത്തിൽ മനം നൊന്താണ്. ജീവനൊടുക്കാൻ ശ്രമിച്ച 14കാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അരങ്കമുകൾ സ്വദേശിയായ 14കാരിയെ പിതാവ് നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിൽ മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതായാണ് പരാതി. സ്ഥിരം മദ്യപാനിയായ പിതാവ് കുട്ടിയോട് അസഭ്യം പറയുകയും പൊതുവഴിയിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് കുട്ടി ലൈസോൾ പോലുള്ള ദ്രാവകം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിച്ച കുട്ടിയെ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ കൊച്ചു ചാവാൻ കിടക്കണ്. അപ്പൊ ഇപ്പം പൈസ വേണം. ശരി ശരി. ഓ ശരി ശരി, ചാവട്ടെ. അത് ആളുകളെ മുമ്പിൽ സിമ്പതിക്ക് വേണ്ടി തന്നത്. ഓ അത് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ. ചാവട്ടെ, കുഴപ്പമില്ല. എന്തായിരുന്നു? പിന്നെ ആളുകൾ ചോദിക്കൂലേ? വീട്ടിലെ അവസ്ഥകൾ കാണിച്ച് കുട്ടിയുടെ അമ്മയും സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരിയുമായ യുവതി മുഖ്യമന്ത്രിക്കും SP-ക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. മുൻപും ഇവർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് വിളിച്ച് ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തതായാണ് വിവരം. കഴിഞ്ഞ ദിവസം കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിച്ചത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര പോലീസിൽ അമ്മ പരാതി നൽകി. കുടുംബ പ്രശ്നങ്ങളടക്കം എല്ലാ വശങ്ങളും പരിശോധിച്ചു വരുന്നതായും കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.